പാക് ഭീകരത ലോകരാജ്യങ്ങളോട് വെളിപ്പെടുത്തുന്ന സർവകക്ഷി സംഘത്തിന്റെ വിദേശ പര്യടനം ഇന്നും തുടരും. ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് തിരിച്ചു. രാജ്യസഭാ കക്ഷി നേതാവ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി ഉൾപ്പെട്ട സംഘം ജപ്പാനിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വിദേശ പര്യടനം ദേശീയ താൽപര്യം മുൻനിർത്തിയെന്ന് ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു. കഴിഞ്ഞ 30 വർഷമായി തീവ്രവാദ സംഘടനകളെ വളർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്ന് പാക് മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞതെന്നും ഇതിനേക്കാൾ എന്ത് തെളിവാണ് വേണ്ടതെന്നും ജോൺ ബ്രിട്ടാസ് എംപി ചോദിച്ചു. അബ്ദുൾ റഷീദ് ചേരുന്നു. റഷീദ്, ജപ്പാനിലെ പര്യടനം പൂർത്തിയാക്കി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ സൗത്ത് കൊറിയയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മറ്റ് സംഘങ്ങളുടെ പര്യടനം തുടരുന്നു. വിശദാംശം. ഷമേ, തീർച്ചയായും ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം പാക് ഭീകരത ലോകരാജ്യങ്ങളെ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആദ്യമായി പുറപ്പെട്ടിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി അടക്കമുള്ള സംഘം ഇപ്പോൾ ജപ്പാനിലെ ടോക്കിയോയിലാണ് ഉള്ളത്. അവിടുത്തെ പര്യടനം ഇന്ന് പൂർത്തീകരിച്ച് വൈകുന്നേരത്തോടു കൂടി സൗത്ത് കൊറിയയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഇതിനോടകം തന്നെ ജപ്പാനിലെയും ടോക്കിയോയിലെയും വിവിധ നയതന്ത്ര വിദഗ്ധരുമായും അതോടൊപ്പം വിദേശകാര്യ മന്ത്രിയുമായും ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള പൗരന്മാരുമായൊക്കെ തന്നെയും ഈ സംഘങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് ഈ പാക് ഭീകരതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഈ ജനതയ്ക്ക് മുമ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രതിനിധി സംഘങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പാകിസ്ഥാനെതിരെയുള്ള ഒരു വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. പ്രധാനമായും 30 വർഷത്തോളമായി പാകിസ്ഥാൻ സൈന്യം തന്നെ ഭീകര സൈന്യത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രാജ്യമാണ് എന്നുള്ളത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ വേറെ എന്ത് തെളിവാണ് പാകിസ്ഥാൻ ഭീകരതയെ വളർത്തിയെടുക്കുന്നു എന്നതിന് കാര്യമായിട്ട് വേണ്ടത് എന്നൊരു ചോദ്യമാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസി ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം രാജ്യ താല്പര്യം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ സർവകക്ഷി സംഘങ്ങളൊക്കെ തന്നെയും പര്യടനം നടത്തുകയും ചെയ്തത്. ദേശീയ സുരക്ഷയുടെ ഭാഗമായി അത്തരം നടപടിക്രമങ്ങളിൽ ഇന്ത്യ സഖ്യവും അതോടൊപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ പങ്കെടുക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ടോക്കിയോയിൽ നിന്നുള്ള ഈ സംഘം ഇന്ന് വൈകുന്നേരത്തോടു കൂടി സൗത്ത് കൊറിയയിലേക്ക് തിരിക്കും. അതോടൊപ്പം ഇന്ന് ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അമേരിക്കയിൽ എത്തി വിവിധ മേഖലയിലുള്ള നയതന്ത്ര വിദഗ്ധരുമായൊക്കെ തന്നെ ഈ സംഘം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അതോടൊപ്പം JDUവിന്റെ ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് മറ്റു മേഖലകളിലേക്ക്, അതായത് നിലവിൽ UAE ദുബായിലാണ് അവരുള്ളത്, മറ്റു എമിറേറ്റ്സിലേക്ക് കൂടി പര്യടനം നടത്തുകയും പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള തുടർ പര്യടനം ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം വിജയ് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇപ്പോൾ പര്യടനം നടത്തുകയാണ്. എന്തായാലും പാക് ഭീകരത ലോകരാജ്യങ്ങളെ വെളിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ വിദേശ പര്യടനത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഷമി. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് MP മാരുടെ യാത്രയെ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.